മുഖ്യമന്ത്രിക്ക് കറുപ്പ് ഹറാമാന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വസ്ത്രത്തിനെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. എനിക്ക് കറുപ്പിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനത് ഇടും. അതുപോലെ മറ്റുള്ളവരും മാറണം. കാരണം കറുപ്പ് ആർക്കും മാറ്റി നിർത്തേണ്ട കളറൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ വക്കീലന്മാരും ഒക്കെ കോട്ടിടരുതല്ലോ. ഇവിടെ ഇതിലെ കൂടെ കറുത്ത വണ്ടികൾ പോകരുതല്ലോ. ഈ റോഡ് ടാർ ചെയ്യരുതല്ലോ. അങ്ങനെ പല പല കാര്യങ്ങളില്ലേ. ആ കറുത്ത വണ്ടിയിലാണ്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റൂ. എൻ്റെ അവകാശമാണ് ഞാൻ ഏത് വേഷം ധരിക്കണം എന്നുള്ളത്. അതിലൊരാളും ചോദിക്കാൻ അർഹരല്ല. നമസ്കാരം. രണ്ടാലമൂട്ടിൽ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുവാൻ വീട്ടിൽ നിന്നിറങ്ങിയ വീട്ടമ്മയെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. നവകേരള സദസ്സ് പത്തനാപുരത്തേക്ക് എത്തുന്ന അവസരത്തിൽ തന്റെ കുട്ടിയെ സ്കൂളിൽ ആക്കുവാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയ വീട്ടമ്മയാണ് പോലീസുകാർ സുരക്ഷാ പ്രശ്നങ്ങൾ പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയത്. എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്നുള്ള ചോദ്യത്തിന് പോലീസുകാർക്ക് ഒരേ ഒരു മറുപടി ഉണ്ടായിരുന്നുള്ളൂ. ഈ വീട്ടമ്മ ധരിച്ചിരുന്നത് കറുത്ത വസ്ത്രമായിരുന്നു. മറ്റൊരു കാരണം കൂടി പറയുന്നു. ഈ വീട്ടമ്മയുടെ ഭർത്താവ് രണ്ടാലമൂട് BJP പ്രവർത്തകനായ ബാഹുലയനാണ്. ബാഹുലയന്റെ ഭാര്യയാണ് ഈ വീട്ടമ്മ. ഈ വീട്ടമ്മ തൻ്റെ കുട്ടികളെ സ്കൂളിലാക്കുവാൻ വേണ്ടി 2 കുട്ടികളെ സ്കൂളിലാക്കുവാൻ വേണ്ടി രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയതാണ്. എന്നാൽ ഏതാണ്ട് 10:30 മണിയോടുകൂടി തന്നെ പോലീസ് ഇവരെ കാണുന്നു. ഇവരെ കണ്ടെത്തി പോലീസ് ബലമായി ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്തിനാണ് എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്ന ചോദ്യത്തിന് അവരോട് പോലീസ് പറഞ്ഞത് ഇതാണ്: നിങ്ങൾ മുഖ്യമന്ത്രിയെ പ്രതിഷേധിക്കുവാൻ വേണ്ടി വന്നതാണ്, അതുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു തരത്തിലും മുഖ്യമന്ത്രിയെ പ്രതിഷേധിക്കുവാനോ അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുവാനോ ഞാൻ വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഈ വീട്ടമ്മ പറഞ്ഞത്. ഈ വീട്ടമ്മ ഇട്ടിരിക്കുന്ന വസ്ത്രം തന്നെയായിരുന്നു, ആ വസ്ത്രത്തിന്റെ നിറം തന്നെയായിരുന്നു അവരെ പോലീസ് പിടിച്ചു കൊണ്ടുപോകാൻ കാരണമുണ്ടായത്. എനിക്കൊരു കാരണവശാലും മുഖ്യമന്ത്രിയെ എതിർക്കേണ്ടതോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല, എനിക്ക് മുഖ്യമന്ത്രിയോട് മറ്റത് യാതൊരു തരത്തിലുള്ള വിരോധവുമില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നതെന്ന് ഈ വീട്ടമ്മ പല പ്രാവശ്യം പോലീസുകാരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും അവർ കൃത്യമായി ഒരു മറുപടി പറഞ്ഞില്ല. നിങ്ങൾ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുവാൻ വേണ്ടി കറുത്ത ഡ്രസ് ഇട്ട് വന്നിരിക്കുന്നു എന്ന് മാത്രമാണ് പോലീസുകാർ പറഞ്ഞത്. ഇത് എന്ത് നീതിയാണ് എന്നുള്ളതാണ് ഈ വീട്ടമ്മ ചോദിക്കുന്നത്. എന്റെ ഭർത്താവ് BJP പ്രവർത്തകനാണ്, ഒരു കാരണവശാലും എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാൻ പോകണമെന്ന്. ഞാൻ ഒരു കാരണവശാലും അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിട്ടില്ല. എന്റെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കുവാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയതാണ്. എന്നെ രാവിലെ 10:30 പിടിച്ചുകൊണ്ടുപോയിട്ട് പിന്നെ എന്നെ വിടുന്നത് 6:30-ക്കാണ്, വൈകുന്നേരം 6:30-ക്കാണ്. എന്റെ കുട്ടികൾ സ്കൂളിൽ നിന്നും വരേണ്ട സമയമായി, എനിക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോരണം എന്ന് പോലീസിനോട് പറഞ്ഞിട്ടും ഒരു കാരണവശാലും അവരെ വിട്ടയച്ചില്ല എന്നുള്ളതാണ്. വൈകുന്നേരം 6:30 മണിക്ക് ശേഷമാണ് ഈ സ്ത്രീയെ വിട്ടയച്ചത്. എന്താണ് പോലീസ് ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഒരു കാരണവശാലും കരിങ്കൊടി കാണിക്കുന്നവരെ ഞങ്ങൾ ആരും തല്ലിച്ചതയ്ക്കുന്നില്ല, ഞങ്ങൾ എതിർക്കുന്നില്ല, കരിങ്കൊടി കാണിക്കുന്നവരെയും ഞാൻ കൈവീശി കാണിക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് മുഖ്യമന്ത്രിയുടെ ഒരു ദിവാസ്വപ്നം മാത്രമാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരഭിമാനം അതിനൊരു കാരണവശാലും സമ്മതിക്കില്ല. കറുത്ത നിറം കണ്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഹാലിളകും. കേരളത്തിന്റെ ചരിത്രത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം കേരള ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. എവിടെ കറുപ്പ് നിറം കണ്ടാലും അവിടെ മുഖ്യമന്ത്രി അസഹിഷ്ണുത കാണിക്കും. എന്തുകൊണ്ടാണ് കരിങ്കൊടി കാണിക്കുന്നവരോട് ഇത്രയധികം അസഹിഷ്ണുത കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നവകേരള സദസ്സ് മഞ്ചേശ്വരത്ത് നിന്ന് പുറപ്പെട്ട് ഇന്നിപ്പോൾ പത്തനാപുരം കഴിഞ്ഞു പോകുമ്പോഴും മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് കരിങ്കൊടി പ്രതിഷേധവുമായി കടന്നു വരുന്നവരെ DYFI ഗുണ്ടകളെ കൊണ്ടും CPM ഗുണ്ടകളെ കൊണ്ടും പോലീസുകാരെ കൊണ്ടും തല്ലിച്ചതച്ച് മർദ്ദിച്ച് അവശരാക്കുന്ന രീതി തന്നെയാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടിട്ടുള്ളത്. എന്നിട്ട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഞാനിതൊന്നും കണ്ടിട്ടില്ല, അവിടെ രക്ഷാപ്രവർത്തനമാണ് നടന്നത്, മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി മരിക്കാൻ ശ്രമിക്കുന്നവരെ അവർ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ള തരത്തിൽ വളരെ പരിഹാസദ്യോതകമായ, ആരും കേട്ടാൽ നാണിക്കുന്ന തരത്തിൽ ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറയുന്നത്. മറ്റാരും അരിയാഹാരമല്ലല്ലോ കഴിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അസഹിഷ്ണുതയാണ് ഇതിനെല്ലാം കാരണം എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് കരിങ്കൊടിയോട് മുഖ്യമന്ത്രിക്ക് ഇത്തരം അലർജി? മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരും കഴിഞ്ഞ ദിവസം ഗവർണറെ കരിങ്കൊടി കാണിച്ചല്ലോ. പിണറായി വിജയന്റെ പാർട്ടി ഭരണപക്ഷത്ത് ഇരിക്കാത്ത അവസരങ്ങളിൽ, അതായത് അവർ പ്രതിപക്ഷത്തിരിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ മറ്റു മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും DYFI-ക്കാരും SFI-ക്കാരും CPM-കാരും കരിങ്കൊടി കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴാരും ഇവരെ ആരെയും തല്ലിച്ചതച്ചിട്ടില്ലല്ലോ. ഒരു ഭരണകർത്താക്കളും ഇവരെ തല്ലിച്ചതയ്ക്കാൻ അനുമതി കൊടുത്തിട്ടില്ലല്ലോ. എന്നാൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം കറുപ്പ് കാണുമ്പോൾ ഇത്രയധികം ഹാലിളകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസവും ആലപ്പുഴയിൽ വികലാംഗനായ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ ഒരാളെ പോലീസ് തല്ലിച്ചതയ്ക്കുന്നത് കണ്ടു. മുഖ്യമന്ത്രി ഇതൊന്നും കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഗൺമാനും
യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ തല്ലിച്ചതയ്ക്കുന്നത് കണ്ടു. അത് നിയമവിരുദ്ധം തന്നെയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്നിട്ടും മുഖ്യമന്ത്രി പറയുന്നു ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ മാധ്യമപ്രവർത്തകർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങയെ ഇതിപ്പോൾ കാണിച്ചു തരാം, ഞങ്ങളുടെ കയ്യിൽ അതിന്റെ ദൃശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊന്നും കാണേണ്ട കാര്യമില്ല. അതായത് മുഖ്യമന്ത്രിക്ക് അറിയാം കൃത്യമായ രീതിയിൽ ഇവർ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നവരെ തല്ലിച്ചതയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൃത്യമായി അതിന് അനുമതി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മുഖ്യമന്ത്രിക്കും അറിയാം. പക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് മുഖ്യമന്ത്രി ആദർശം പറയും, ഞാൻ കരിങ്കൊടി കാണിക്കുന്ന ആളുകളെയും കൈവീശി കാണിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാർക്കും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ പ്രവർത്തകർക്കും മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ കരിങ്കൊടിയുമായി ആരെങ്കിലും വരുന്നുണ്ടോ അവരെ എല്ലാം തല്ലിച്ചതച്ചേക്കൂ എന്നുള്ളത് തന്നെയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് ബഹുജനങ്ങളും പ്രതിപക്ഷവും ഇപ്പോൾ ഒരേപോലെ തന്നെ ആരോപിക്കുന്നത്. ഇവിടെ ഒരു വീട്ടമ്മ തന്റെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. അവരെ പിടിച്ചു കൊണ്ടുപോയി 6:30 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചു. പിന്നീട് അവരെ വിട്ടയച്ചു. ഇവരുടെ ഭർത്താവായ ബാഹുലയനും ഈ വിവരം അറിഞ്ഞപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഞാൻ എൻ്റെ ഭാര്യയെ ഇതിലേക്ക് വലിച്ചിഴിച്ചിട്ടില്ല. എനിക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷേ എൻ്റെ രാഷ്ട്രീയത്തിലേക്ക് എൻ്റെ ഭാര്യയെ ഞാൻ വലിച്ചിഴിച്ചിട്ടില്ല. ഒരു കാരണവശാലും അവരോട് അത്തരത്തിൽ സംസാരിച്ചിട്ടില്ല, പെരുമാറിയിട്ടില്ല. പിന്നെ അവർക്ക് സ്കൂളിൽ നടക്കേണ്ടേ, അവരുടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു. അതിന് മുഖ്യമന്ത്രിക്കും പോലീസുകാർക്കും എന്താണ് പ്രശ്നം എന്നാണ് ബാഹുലയനും ചോദിച്ചത്. എന്തായാലും ഈ വീട്ടമ്മയുടെയും ബാഹുലയന്റെയും സംസാരം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിലും ആക്കി പിന്നെ ക്ലാസ്സിനും പോയിട്ട് തിരികെ വന്നതാണ്. തിരികെ വന്നിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് എപ്പോഴെങ്കിലും പോലീസിനോട് ചോദിച്ചോ? എന്തിനാണ് ഞാൻ കറുത്ത വേഷം ധരിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. മനഃപൂർവ്വം ധരിച്ചിട്ട് വന്നേ അല്ല, ഞാൻ ക്ലാസ്സിന് പോയതാണ് രാവിലെ. ഞാൻ കൊട്ടാരക്കരയിൽ ഒരു സ്ഥാപനത്തിൽ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പോയിട്ട് ഇങ്ങനെ വാഹന നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരികെ വന്നതാണ്. തിരികെ വന്നിട്ട് എന്നാൽ ഉച്ചവരെ ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരികെ എന്നാൽ ഈ ഒരു പരിപാടി കാണാം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാലുംമൂട്ടിലേക്ക് എത്തുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ. അപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡിനെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, അവിടുന്ന് ആരോ പറഞ്ഞിരിക്കണം ഞാൻ ബാഹുലേൻ്റെ വൈഫാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശത്തിലാണ് എന്നെ വന്ന് എന്നോട് ചോദിക്കുന്നത്, ബാഹുലേൻ്റെ വൈഫല്ലേ എന്ന്. എന്നാൽ വണ്ടി എവിടെ ഉണ്ട്, കയറാൻ പറഞ്ഞു എന്നോട്. ഞാൻ ചോദിച്ചു എന്തിനാണ് ഞാൻ കയറുന്നത് ചോദിച്ചു. നിങ്ങൾ ഈ വേഷം ഇട്ടുകൊണ്ട് വന്നത് പ്രതിഷേധിക്കാനാണെന്നും പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചുകൊണ്ട് വരുന്നത്. അതെ, ഞാൻ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ കാണുന്നത്. കണ്ടിട്ടുണ്ട് കയറുന്നത്. അങ്ങനെ തന്നെ വന്നതാണ്. അല്ല അങ്ങനല്ല. അവിടെ നിന്ന് രണ്ടാലുംമൂട്ടിൽ ആരോ അറിയാവുന്നവർ കാണും. എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ബാഹുലേൻ്റെ വൈഫാണെന്നുള്ളത് പരിചയക്കാർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ അവരുടെ ഒരു പിന്നെ വാക്ക് കേട്ടിട്ടാവണം എന്നോട് ഇങ്ങനെ വന്ന് ചോദിച്ചത്. ഞാൻ 10:30 ആയപ്പം രണ്ടാലുംമൂട്ടിലുണ്ട്. 6 മണി കഴിഞ്ഞു. ആണോ? ഞാൻ കുഞ്ഞുങ്ങളെ 2 സ്കൂളിലാക്കിയിട്ടാണ് വന്നത്. പിന്നെ വേറെ ഏർപ്പാടാക്കേണ്ടി വന്നു കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട്. അല്ല, അങ്ങനൊന്നും അല്ല. സ്റ്റേഷനിൽ പോയിരുന്ന സമയത്ത് ചേച്ചി പറഞ്ഞില്ലായിരുന്നോ എനിക്ക് വീട്ടിൽ പോകണം, കുട്ടികളെ സ്കൂളിൽ നിന്ന് വരുന്ന സമയമാണ്, ഇതൊക്കെ പറഞ്ഞായിരുന്നു? അപ്പോൾ ഈ മുഖ്യമന്ത്രി ഇതുവഴി കടന്നു പോയിട്ടേ വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. ആണല്ലേ? ചേട്ടൻ്റെ വൈഫ് ആയതുകൊണ്ടാണ് ചേച്ചി ഇത്ര നേരം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചത്. എന്താണ് പറയാനുള്ളത്? അത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു പാതയിലേക്കോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്കൊന്നും ഇടപെടുന്ന തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയല്ല എൻ്റെ ഭാര്യ. ഞാൻ രാവിലെ സ്വാഭാവികമായിട്ടും പ്രതിഷേധ ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ ഈ വസ്ത്രം ധരിച്ച് അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. ഞാൻ കൃത്യമായിട്ട് പ്രതിഷേധിക്കും. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യകർത്താവാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഞങ്ങളവിടെ പ്രതിഷേധിക്കും എന്ന് ഞങ്ങൾ പോലീസ് സംവിധാനങ്ങളൊക്കെ അറിയിച്ചിരുന്നു. അത് അങ്ങനെ നടന്നു. തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും കൂടെ ആ ജംഗ്ഷനിലേക്ക് വന്നത്. അപ്പോൾ അവർ വസ്ത്രം ധരിച്ചത് ചിലപ്പോൾ അവർക്കെല്ലാം പൊതുവിൽ ഇരുണ്ട ഡ്രസ്സ് ധരിക്കുന്ന ഒരാളാണ്. അപ്പോൾ കൂട്ടത്തിലെടുത്ത് ധരിച്ചായിരിക്കും. മാത്രമല്ല രണ്ടാലുംമൂട്ടിലേക്ക് അല്ലെങ്കിൽ ആ സംഭവം നടന്ന ജംഗ്ഷനിലേക്ക് വരാനുള്ള ഉദ്ദേശത്തിലല്ല. അപ്പോൾ ഈ കൊട്ടാരക്കരയിലെ ഒരു സ്ഥാപനത്തിൽ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അവിടേക്ക് പോകുന്നതിന് മുൻപ് അവിടെ ഇറങ്ങിയ സമയത്ത് വാഹനങ്ങൾ കുറവാണ്. അവിടെ ഗതാഗത നിയന്ത്രണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ കുറച്ച് പ്രായമുള്ള ആളാണ്. അപ്പോൾ അവരുടെ ഒരു കൗതുകം മുഖ്യമന്ത്രിയൊക്കെ കടന്നു പോകുന്നതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ രണ്ടാലുംമൂടി ജംഗ്ഷനിൽ എന്തെങ്കിലുമൊക്കെ ചില കൗതുകകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷ വന്നതാവും. ഈ കുറേ ദിവസം ടി വിയിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു എത്തിയ സമയത്ത് അവരുടെ വസ്ത്രം അവർ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് കൃത്യമാണ്. അവരങ്ങനെ പർപ്പസ്ഫുള്ളി മുഖ്യമന്ത്രിയെ കറുത്ത വസ്ത്രം കാണിച്ച് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് അവരൊരു രാഷ്ട്രീയ പ്രവർത്തകയല്ല. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ പോലീസുകാർക്ക് തോന്നി ഇപ്പോൾ ബി ജെ പി നേതാവിൻ്റെ ഭാര്യയാണ്, അപ്പം ബി ജെ പി നേതാവിൻ്റെ ഭാര്യയോടൊപ്പം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാൻ വന്നതാവും എന്ന് അവർ ധരിച്ചു.
അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. എന്തായാലും അതൊരു അനുഭവമായിട്ട് തന്നെ അദ്ദേഹം എടുക്കുമെന്ന് കരുതുന്നത്. അതിനകത്തൊരു വിഷമമൊന്നും എനിക്കില്ല. കാരണം ഞാൻ ഈ നാടിൻ്റെ നന്മക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രതിഷേധിക്കാൻ ഇറങ്ങുമ്പോൾ തെറ്റിദ്ധാരണയുടെ പേരിലാണെങ്കിൽ എൻ്റെ ഭാര്യ കൂട്ടത്തിൽ കൂടിയാൽ ഞാൻ അഭിമാനിക്കാൻ സന്തോഷിക്കുകയും ചെയ്യാം. ചേച്ചി, ഇപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഇങ്ങനെ ഒരു യാത്രയോടനുബന്ധിച്ച് കറുത്ത ഡ്രസ്സെല്ലാം ഒഴിവാക്കണമെന്നായിരുന്നു എൻ്റെ കറക്റ്റ് കാരണം അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ചേച്ചി നേരത്തെ പറയുന്നുണ്ട് ചേച്ചിയുടെ ബ്ലാക്ക് ഡ്രസ്സ് കൂടുതൽ ഇടുന്ന ഒരു താല്പര്യക്കാരണം. നമ്മളിത് പ്രതീക്ഷിക്കാതാണ് ഇട്ടുകൊണ്ട് വന്നത്. അതെ, ഞാൻ ഈ ഒരു പരിപാടിക്കായിട്ട് വന്ന ആളല്ല. ഞാൻ രാവിലെ ക്ലാസ്സിന് പോയൊരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ അമ്മ വിളിച്ചു പറഞ്ഞു, എടി അവിടെ ഭയങ്കര തിരക്കായിരിക്കും, നീ അത്രയും പോയി കഴിഞ്ഞാൽ താമസിക്കും വരാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരികെ പോരുന്നതാണ്. അങ്ങനെ പോരുന്നിട്ട് എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് ഞാൻ പോയതാണ് രണ്ടാലുംമൂട്ടിൽ. അങ്ങനെ അബദ്ധവശാൽ ഞാൻ ഇതിനകത്തിൽ പെട്ടുപോയ ഒരാളാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ എത്ര വർഷം കൊണ്ട് പ്രോഗ്രാമിന്? ജനുവരി 2 വരെ ചേച്ചിക്ക് സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? കറുത്ത ഡ്രസ്സ് ഒരിക്കലും ഇട്ടോണ്ട് എന്തിനാ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. നമ്മൾ എങ്ങനെയാണോ ഉള്ളത്, നമ്മൾക്ക് എന്താണോ, നമ്മൾ എങ്ങനെയാണോ സമൂഹത്തിൽ പോകേണ്ടത് അങ്ങനെ തന്നെ പോവുക. ഒരാളെയും പേടിച്ച് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല. മുഖ്യമന്ത്രിക്ക് കറുപ്പ് ഹറാമാന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വസ്ത്രത്തിനെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. എനിക്ക് കറുപ്പിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനത് ഇടും. അതുപോലെ മറ്റുള്ളവരും മാറണം. കാരണം കറുപ്പ് ആർക്കും മാറ്റി നിർത്തേണ്ട കളറൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ വക്കീലന്മാരും ഒക്കെ കോട്ടിടരുതല്ലോ. ഇവിടെ ഇതിലെ കൂടെ കറുത്ത വണ്ടികൾ പോകരുതല്ലോ. ഈ റോഡ് ടാർ ചെയ്യരുതല്ലോ. അങ്ങനെ പല പല കാര്യങ്ങളില്ലേ. ആ കറുത്ത വണ്ടിയിലാണ്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റും. എൻ്റെ അവകാശമാണ് ഞാൻ ഏത് വേഷം ധരിക്കണം എന്നുള്ളത്. അതിൽ ഒരാളും ചോദിക്കാൻ അർഹരല്ല. എൻ്റെ ചോയ്സാണ്. അങ്ങനെയാണ് എന്നെ പിടിച്ചോണ്ട് വന്നത്. അതെ, ഞാനൊരു അക്ഷരം ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പ്രതിഷേധിക്കുന്നെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ ഞാനൊരു കറുത്ത വേഷം ഇട്ടുകൊണ്ട് വന്നു എന്നും പറഞ്ഞ് എന്നെ സ്റ്റേഷനിൽ കേട്ടാണ്ട് യാതൊരു കാര്യവുമില്ല.